ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് ഈ മരുന്ന് വീണ്ടും കൊടുക്കണം. പോകുന്ന വഴി ഡോക്ടറെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞേക്കണേ. ഞാൻ ഡോക്ടറെ കണ്ടിട്ടേ പോവുകയുള്ളൂ. നീ അമ്മയുടെ അടുത്തുനിന്ന് എങ്ങും പോകരുത്, ഇവിടെ തന്നെ ഇരിക്കണം. ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ. ഒന്ന് നിൽക്കാമോ? ഒരു കാര്യം സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. തിടുക്കമുണ്ടോ? എന്താ വിശേഷം? കല്യാണത്തിന് വരാനൊത്തില്ല. എന്റെ മംഗളാശംസകൾ. വളരെ നന്ദി. ഇത്ര പെട്ടെന്നൊരു മറവി ഞാൻ പ്രതീക്ഷിച്ചില്ല. മറന്നത് ഞാനാണോ? ഇല്ലെങ്കിൽ വിവാഹം നടക്കില്ലായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് രാജമ്മയുടെ അമ്മ പറയും. അമ്മയല്ല രവിചേട്ടനെ സ്നേഹിച്ചത്, ഞാനാണ്. പക്ഷെ രാജമ്മയെ വളർത്തിയത് അമ്മയാണ്. വളർത്തിയവരെന്ത് തന്നെ പറഞ്ഞിരുന്നാലും സ്നേഹിച്ചവരോട് ഒരു വാക്കെങ്കിലും ചോദിച്ച് തീരുമാനമെടുക്കാമായിരുന്നു. ചോദിക്കാൻ വന്നതിനുള്ള സമ്മാനവും എനിക്ക് കിട്ടി. രാജമ്മ അതൊന്നും അറിഞ്ഞു കാണില്ല. എല്ലാം ഞാൻ അവസാനം അറിഞ്ഞു. എന്നാലും എനിക്ക് വേണ്ടി ഒരു അല്പം സമയം നീക്കി വെക്കാമായിരുന്നില്ലേ? ഒന്നിനും സമയം കിട്ടിയില്ല. എന്റെ അമ്മയുടെ തീരുമാനത്തിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയി. എനിക്കുമുണ്ടൊരമ്മ. ഈ കാര്യത്തിൽ അമ്മയുടെ മുന്നിൽ ഞാൻ തോറ്റിട്ടില്ല. മരണം വരെ തോൽക്കുകയുമില്ല. എങ്കിൽ എന്തുകൊണ്ട് കല്യാണം നടന്നില്ല? അത് മറ്റൊരു കാര്യം. പക്ഷേ വേറൊരു കല്യാണത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എല്ലാം കഴിഞ്ഞു പോയി. ഇനി അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. പ്രയോജനമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും മരിക്കുന്നത് വരെ രവിചേട്ടന്റെ സ്മരണകളുമായി കഴിയാൻ എനിക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല. വെറുതെ ഒരു ജീവിതം പാഴാക്കരുത്. പാഴായി കഴിഞ്ഞ് രവിചേട്ട. ഇനി ഈ ജീവിതത്തിൽ എനിക്ക് പ്രതീക്ഷകളില്ല. ഇനി ഒരിക്കലും എന്നെ കുറിച്ച് ഓർക്കരുതെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്നോട് പിണക്കമാണെന്നാണ് കരുതിയത്. നമ്മൾ രണ്ടുപേരും പരസ്പരം പിണങ്ങേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കല്യാണത്തിന് മുൻപ് ചേച്ചിയെ വന്നൊന്ന് കാണണമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ സാധിക്കില്ല. അതൊന്നും ഇപ്പോൾ ഓർമ്മിപ്പിക്കണ്ട. എല്ലാം കഴിഞ്ഞുപോയി. കല്യാണത്തിന് ശേഷം കുഞ്ഞോമനെ കണ്ട് എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോഴെങ്കിലും സാധിച്ചു. സന്തോഷം. അമ്പലത്തിൽ പോയതായിരിക്കും അല്ലേ? അമ്മയുടെ ഒരു വഴിപാടുണ്ടായിരുന്നു. അത് നേരത്തെ നേർന്നതാണ്. നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടി അമ്മ നേർന്നതായിരിക്കും അല്ലേ? അതെ, അതിന്ന് തന്നെ നടത്തണമെന്ന് അമ്മ നിർബന്ധിച്ചു. ആ, അമ്മയ്ക്ക് അസുഖം എങ്ങനെയിരിക്കുന്നു? കുറവൊന്നുമില്ല. ഞാനിന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് അമ്മയൊന്ന് കാണണം. ഇന്നൊരല്പം കൂടുതലാണെന്ന് തോന്നുന്നു. രവിയേട്ടൻ ഓഫീസിൽ പോയിട്ടില്ല. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. അമ്പലത്തിനും പോയി മരണമാണ്. ആരെങ്കിലും പറയണോ?
അമ്മയ്ക്ക് വിവരമില്ലെങ്കിൽ എനിക്കെങ്കിലും വിവരമുണ്ടാവണ്ടേ? എന്നെ വിവരം മുടിപ്പിക്കാൻ വന്നിരിക്കുന്നത് സമൂഹം. അമ്മ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെ കഴിഞ്ഞിരുന്ന സ്വന്തം കൂട്ടുകാരി മരിച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് അത്ഭുതമില്ല. എന്റെ ദേവി, എന്റെ മകൾ എന്നെ ശത്രുവായാലും എനിക്ക് നീ മരിച്ചാൽ മതിയായിരുന്നു. അപ്പോഴപ്പോഴായിട്ട് മകളെ തല്ലി കൊല്ലാറാക്കി, എന്നിട്ട് തന്നെ താൻ തല്ലി തുടങ്ങിയിരിക്കാമോ? നീ അറിഞ്ഞോടി പങ്കി, അവൾ എന്നോട് ചോദിക്കാതെ മരണമറിയാൻ പോയിരിക്കുന്നു. എന്റെ കൊച്ചമ്മയെ അവിടെ ചെന്നൊന്ന് കാണേണ്ടതാ. എന്തുമാത്രം ആളുകൾ അവിടെ കൂടിയിരിക്കുന്നതെന്ന് അറിയാമോ? അപ്പൊ നീയും പോയോടി മരണമറിയാൻ? പോയിരുന്നു കൊച്ചമ്മേ, ഞാൻ അവിടെ നിന്നോട്ട് വരികയായിരുന്നു. ഇങ്ങനെയുള്ള അവസരത്തിലാണ് അല്ല, ഇതാരും രവിസാറോ? ഓഫീസിലേക്ക് ആയിരിക്കുമല്ലേ? അതെ. ഞാൻ മാർക്കറ്റിൽ നിന്ന് നിശ്ചയ സാധനങ്ങൾ വാങ്ങിട്ട് ഇറങ്ങിയതാ. ഓഹോ. ഞാനിതിന് പിന്നാലെ വന്ന് കയറിക്കോട്ടെ? കേറിക്കോളൂ. സൂക്ഷിക്കണം. യന്ത്രത്തിൽ ചവിട്ടി വിട്ടുകളായിരുന്നേ. ഞാൻ പിടിച്ചിട്ടുണ്ട്. വിട്ടോളൂ. എന്താ കുട്ടികളെ കാഴ്ച കാണുന്ന രണ്ട് സൈഡിൽ നോക്കിക്കണേ, കണ്ടിട്ടില്ലേ? അല്ല രവിസാറേ, ഞാന് ഒരു ചോദ്യം ചോദിക്കട്ടെ? പറഞ്ഞു. അലോഗ്യം തോന്നരുത്. ഒന്നുകൂടെ ചോദിച്ചോളൂ. അപ്പളേ കല്യാണം കഴിഞ്ഞിട്ട് മാസം 2-3 ആയില്ലേ? വിശേഷം വല്ലതുണ്ടോ? 2-3 മാസമല്ലേ ആയുള്ളൂ. അത് തന്നെ ധാരാളം. സമയം കളയണ്ട. നിങ്ങളിങ്ങനെ വെട്ടിക്കരുത്, ആള് താഴെ പോകും. ധൈര്യമായിട്ട് വിട്ടോളൂ. മേനോൻ ഇത് കുറെ കണ്ടിട്ടുള്ളവനാ. എന്താ മേനോനെ അത്? എന്റെ കയ്യില് ചപ്പാത്തിക്കുള്ള കുറച്ച് ഗോതമ്പാവ് ഉണ്ടായിരുന്നു. അത് കാറ്റിലാണ് പറഞ്ഞു. എന്താ ഇത്? എന്താ മേനോനെ ഇത്? ചുമ്മാ ഇരിക്കാൻ പാടില്ലേ? എന്റെ പിറകിന്ന് ഒരു അദൃശ്യ ശക്തി എന്നെ പിന്നാലെ വലിക്കുന്നതായിട്ട് എനിക്ക് ഒരു തോന്നല്. എന്ത് അദൃശ്യ ശക്തിയാണ്? നിർത്തണേട്ടോ, ആ വണ്ടി വിട്ടോളാ. നിൽക്കുന്നേ. എന്ത് പറ്റി മേനോനെ? എന്താ ഇത്? എന്റെ ഒരു പരിചയക്കാരനെ കണ്ട് ഞാൻ സംസാരിച്ചാൽ